ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിലവിൽ 4/12/2024 ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്നൊരു അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 2-ാം തീയതി പ്രസിദ്ധീകരിച്ച വേക്കൻറ്റ് ലിസ്റ്റ് പ്രകാരം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിച്ചത്. ഇത് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ്. അതോടൊപ്പം ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിന് ടോക്കൺ പേയ്മെന്റ് അടയ്ക്കേണ്ട തീയതിയും കോളേജ് ജോയിനിങ് തീയതിയും അതോടൊപ്പം സ്പോട്ട് അലോട്ട്മെന്റ് പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടി മാത്രമുള്ള സ്പോട്ട് അലോട്ട്മെന്റ് ഡേറ്റും വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ അഡ്മിഷന്റെ കട്ട് ഓഫ് ഡേറ്റ്, അതായത് അവസാനം വരെ അഡ്മിഷൻ നടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണണമെങ്കിൽ ഇതുപോലത്തെ LBS അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിലവിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചെന്ന് അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി 3 ബാർ സെലക്ട് ചെയ്ത് ലോഗിൻ സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്താൽ നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതാണ്. അതിൽ അലോട്ട്മെന്റ് സ്റ്റാറ്റസിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയാണ് അലോട്ടഡ് എന്ന് കാണിക്കും. അതുപോലെ തന്നെ മുൻപ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ടോക്കൺ പേയ്മെന്റ് അടയ്ക്കേണ്ട കാര്യമില്ല. പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ടോക്കൺ പേയ്മെന്റ് അടയ്ക്കേണ്ടതാണ്. മേക്ക് പേയ്മെന്റ് വഴി ക്ലിക്ക് ചെയ്താൽ ഓൺലൈൻ വഴിയോ അഥവാ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ 5/12/2024 ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് ടോക്കൺ പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം കോളേജ് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 6-ാം തീയതിയാണ്. 6/12/2024 ഒറിജിനൽ ഡോക്യുമെന്റ് സഹിതം നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണമെന്ന് അലോട്ട് മെമ്മോയിൽ കാണുന്നതാണ്. അലോട്ട് മെമ്മോ മേക്ക് പേയ്മെന്റ് നടത്തിയതിനു ശേഷം അവിടെ അലോട്ട് മെമ്മോ വരുന്നതാണ്. അലോട്ട് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. അതിൽ നിങ്ങൾ കിട്ടിയ കോളേജും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ അലോട്ട് മെമ്മോ ഈ കോളേജിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. പിന്നീട് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെ വേണമെന്ന് അതിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ അലോട്ട് മെമ്മോ എന്തായാലും ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം. സ്കോളർഷിപ്പിനൊക്കെ എലിജിബിളായ വിദ്യാർത്ഥി ആണെങ്കിൽ പിന്നീട് സമയത്ത് അലോട്ട് മെമ്മോ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ അലോട്ട് മെമ്മോ ഡിലീറ്റ് ചെയ്ത് കളയരുത്, ഫോണിലെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇടണം. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നാളെ തന്നെ ടോക്കൺ പേയ്മെന്റ് അടച്ചതിന് ശേഷം 6/12/2024 പോയി കോളേജ് ജോയിൻ നടത്തുന്ന ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോളേജിൽ പോയി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ LBSന്റെ വെബ്സൈറ്റിൽ ഇനി വരുന്ന അലോട്ട്മെന്റൊന്നും പങ്കെടുപ്പിക്കത്തില്ലെന്ന് ഒഫീഷ്യലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥി തീർച്ചയായും കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അവസാന അഡ്മിഷൻ ഡേറ്റിൻ്റെ കട്ട് ഓഫ് തീയതി പറയുന്നത് December 10-ാം തീയതിയാണ്. December 10-ാം തീയതിക്ക് മുമ്പ് ഈ അലോട്ട്മെൻറ്റിൽ അവസാനിച്ച് ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. ക്ലാസ് തുടങ്ങുന്ന തീയതി ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല, കട്ട് ഓഫ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 10-ാം തീയതിക്ക് മുമ്പ് ഈ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ പ്രൊസീജിയറും കഴിയുന്നതാണ്. അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻ്റ് ഉണ്ട്. ഇത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി ഡൗൺലോഡ് സെലക്ട് ചെയ്താൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ 7/12/2024 നൽകിയിട്ടുണ്ട്. ആ സെലക്ട് ചെയ്തതാണെങ്കിൽ വായിച്ച് നോക്കി അറിയാൻ സാധിക്കുന്നതാണ്. 2025 അധ്യയന വർഷത്തെ BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൽ വേണ്ട മാത്രം സർക്കാർ സ്വാശ്രയ കോളേജിൽ ഒഴിവുള്ള സീറ്റുകൾക്ക് പ്രവേശനത്തിന് വേണ്ടി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് December 7-നാണ്. ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയാണ് നടക്കുന്നത്. എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ലിസ്റ്റ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഡൗൺലോഡ് സെലക്ട് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതാണ്. 13 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉള്ളൂ. അതിൽ ഏത് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ ചെന്ന് ഏത് കോളേജിൽ ഏതെങ്കിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. LBSന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്ന ഒരു ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിലാണ്. 11 മണിക്ക് മുമ്പായി നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തേണ്ടതാണ്. ഏതൊക്കെ വേക്കൻസിയാണ് ഉള്ളതെന്ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിലവിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. 7-ാം തീയതിയാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മാക്സിമം 10 മണിക്ക് തന്നെ ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് തുടങ്ങുക. കാരണം 11 മണിക്ക് ശേഷം ചെന്നാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് പങ്കെടുപ്പിക്കത്തില്ല, സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കത്തില്ല. അപ്പോൾ മാക്സിമം വിദ്യാർത്ഥികൾ 10 മണി കഴിയുമ്പോഴേ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ എത്തുക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഈ സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കുന്നതിന് അവിടുന്ന് NOC നിർബന്ധമാണ്. സ്പോട്ട് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളിനെ അവിടെ വെച്ച് ടോക്കൺ പേയ്മെന്റ് അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം December 9-ാം തീയതിക്ക് മുമ്പ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. 10-ാം തീയതി വരെയാണ് കട്ട് ഓഫ് തീയതി. അപ്പോൾ 10-നും 9-നുമായി എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ഈ ജോയിൻ തീയതി നീട്ടി വയ്ക്കത്തില്ലെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കട്ട് ഓഫ് തീയതി 10-ാം തീയതിയാണെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 9-ാം തീയതിക്ക് മുമ്പ്, അതായത് 9-ാം തീയതി 10-ാം തീയതിക്കും ഇടയിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്
ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. ഡിസംബർ 7-നാണ് 13 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററാണ് ഉള്ളത്. ലിസ്റ്റ് ഓഫ് LBS ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററിന് ഡൗൺലോഡിൽ കാണിച്ചിരിക്കും. അത് സെലക്ട് ചെയ്താൽ ഈ 13 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്റർ തിരുവനന്തപുരം, പിന്നെ കൊല്ലം, അടൂർ, ആലപ്പുഴ, പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 13 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററാണ് ഉള്ളത്. എല്ലാ ജില്ലയിലും ഫെസിലിറ്റേഷൻ സെൻ്റർ ഇല്ല. അപ്പോൾ ഇഷ്ടമുള്ള ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ചെല്ലാൻ സാധിക്കുന്നതാണ്. ഏത് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ ചെന്നാലും ഇഷ്ടമുള്ള കോഴ്സും കോളേജും വയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം നൽകിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ നൽകുന്നതാണ്, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ റിപ്ലൈ തരുന്നതാണ്. ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.